അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സോദരി സോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞുവല്ലോ അല്ലേ? എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാമോ? വിജയിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഒരാൾ വിജയിക്കണം, അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താ നിങ്ങൾക്കറിയോ? ഒന്നാമത്തേത്, അയ്യോ എന്ന നിലവിളി കേൾക്കുമ്പോൾ അവൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ടോ, നിസ്കാര തഴമ്പുണ്ടോ, അല്ല അവൻ്റെ കഴുത്തിൽ കൊന്തയുണ്ടോ എന്ന് ചൂഴ്ന്നു നോക്കാതെ അവന് വേണ്ടുന്ന സഹായം വേണ്ട സമയത്തിനുള്ളിൽ ചെയ്തു നൽകി നമ്മുടെ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമായി തന്നെ നിലനിർത്തണം. കല്യാണ വീടുകൾ, കളിസ്ഥലങ്ങൾ, വിദ്യാലയങ്ങൾ എന്നുവേണ്ട പൊതുസ്ഥലങ്ങളിലെല്ലാം ജാതി മത വർഗീയ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചിരുന്ന് കഴിക്കാനും കളിക്കാനും പഠിക്കാനും ഒന്നിച്ചുകൂടി നാട്ടിലെ വിശേഷങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കാലത്തെ വളർത്തിയെടുത്ത് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി സമൂഹത്തെ ഭിന്നിപ്പിക്കാത്ത, ജാതി മത വർഗീയ ചിന്തകൾ സമൂഹത്തിൽ കുത്തിവെക്കാത്ത, നുണപ്രചരണങ്ങൾ നടത്താത്ത നന്മയുള്ള ഒരു വ്യക്തിയല്ലേ നാം തിരഞ്ഞെടുക്കേണ്ടത്? അതിനായി ഇവിടെ മത്സരിക്കുന്ന മൂവരെയും നമുക്ക് വിലയിരുത്താം. ഒരാൾ ഇലക്ഷൻ സമയങ്ങളിൽ മാത്രമല്ലേ നമുക്കിടയിലേക്ക് കടന്നു വരുന്നുള്ളൂ. മറ്റൊരാളെ നാം ആദ്യമായല്ലേ കാണുന്നത്. അദ്ദേഹത്തെ നാട്ടിലെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ കണ്ടിരുന്നുവോ? ഇല്ലേ ഇല്ല. പക്ഷേ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് സി വർഗീസ് മാമൻ അങ്ങനെയാണോ? അല്ലേ അല്ല. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു കൂട്ടം സഖാക്കളും എന്തിനും ഏതിനും ഈ നാടിനും നാട്ടാർക്കും ഒപ്പമല്ലേ? അന്നും ഇന്നും നാടിനു വേണ്ടി കൈകോർത്തിറങ്ങിയത് നമ്മുടെ സഖാക്കൾ തന്നെയല്ലേ? അതിനാൽ നമ്മുടെ വിലയേറിയ വോട്ടുകൾ ഇടതിൻ്റെ സഖാക്കൾക്ക് തന്നെ നൽകാം.